ലഹരി കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടിക്കെതിരെ ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിച്ചേക്കും. എഫ്ഐആർ റദ്ദാക്കാനുള്ള സാധ്യത തേടി ഷൈൻ അഭിഭാഷകരെ സമീപിച്ചു. ദുർബലമായ എഫ്ഐആർ ആണ് പോലീസ് ചുമത്തിയതെന്നാണ് ഷൈനിന് ലഭിച്ച നിയമോപദേശം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 10 വർഷം മുൻപ് ഏതാണ്ട് ഇതുപോലെ സമാനമായ രീതിയിൽ ദുർബലമായ വകുപ്പുകളും ആവശ്യത്തിന് നടപടിക്രമങ്ങളും ഇല്ലാത്തതിനാൽ മാത്രം കേസിൽ നിന്ന് ഊരിപ്പോന്ന ഒരു ചരിത്രം ഷൈനുണ്ട്. സമാനമായ രീതിയിൽ ഒരു ഇളവാണോ ഷൈൻ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഷൈനിന് കിട്ടിയ നിയമോപദേശം? ഷൈൻ ഇതിൽ പ്രധാനമായും കണ്ട നിയമോപദേശ പ്രകാരം ഷൈൻ പറയുന്നത് ഇതിൽ ദുർബലമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് തന്നെ ഈ കേസിൽ പ്രതിയാക്കി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് തനിക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു പരാതി പോലും ലഭിക്കാതെയാണ് ചില കാര്യങ്ങൾ പോലീസ് ഇത്തരത്തിൽ തനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയതെന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ച നിയമോപദേശം പ്രകാരം വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് ഷൈൻ ടോം ചാക്കോ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ കോടതി സ്വാഭാവികമായും പോലീസിനോട് ഇതിലൊരു വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ ഒരു വിശദീകരണത്തിൽ മറുപടി നൽകുക എന്ന് പറയുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ശേഖരിച്ചിട്ടുണ്ടെന്ന് കോടതിയിൽ സമർത്ഥിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ ഉണ്ടെന്ന് പോലീസിന് കണ്ടെത്തേണ്ടത് അനിവാര്യമായി തീരും. അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക, മൊഴികൾ ഷൈൻ ടോം ചാക്കോയുടെ അടക്കം മൊഴികൾ ശേഖരിക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് പോലീസും കടക്കുന്നത്. എന്തായാലും ഇന്നലെ ആയിരുന്നു പരാതി ഒന്നും ലഭിക്കാതെ ഈ ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടി എന്ന സാഹചര്യത്തെ തുടർന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിലൊക്കെ ഷൈൻ ടോം ചാക്കോ ലഹരി ഇടപാടുകൾ നടത്തുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ലഹരി കൈവശം വെച്ചിട്ടുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസിന് മനസ്സിലായി. എന്തായാലും ഈ രാസപരിശോധനാ ഫലം ഉൾപ്പെടെ നിർണായകമാണ്. ഷൈൻ്റെ സ്രവം ഉൾപ്പെടെ ശേഖരിച്ചാണ് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. അതിന്റെ ഫലവും ഏറെ നിർണായകമായി തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഷൈൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചുമത്തിയിരിക്കുന്ന 2 വകുപ്പുകൾ, അതായത് ലഹരി ഇടപാടിൽ പണം, സാമ്പത്തിക ഇടപാട്, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ദുർബലമാണെന്നാണ് ഷൈൻ കോടതിയിൽ സമർപ്പിക്കുന്ന ഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുക. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.